എജുഅറ്റ് ഈസി ലേണിംഗ് ആൻഡ് ജോബ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ടിനെ കുറിച്ചിട്ടാണ്. സോ എല്ലാ കൂട്ടുകാരും നമ്മുടെ ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹൃദയം മനുഷ്യ ശരീരത്തിലെ ഒരു ആന്തരിക അവയവമാണ് അല്ലെ ഹൃദയം എന്ന് പറയുന്നത്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം ശുദ്ധീകരിച്ച് പമ്പു ചെയ്യുകയാണ് ഹൃദയത്തിന്റെ പ്രധാന ധർമ്മം അല്ലെ. ഇനി ഓരോ മിനിറ്റിലും പുരുഷന്മാർക്ക് 70 to 72 തവണയും സ്ത്രീകൾക്ക് 78 to 82 തവണയും ഹൃദയം സ്പന്ദിക്കുന്നുണ്ട് അല്ലെ. ഇനി കുട്ടികളിലാവട്ടെ 130 പ്രാവശ്യം ഹൃദയം ഓരോ മിനിറ്റിലും സ്പന്ദിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഹൃദയത്തെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ. നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഹൃദയത്തെ കുറിച്ച് മനസ്സിലാവും. മനുഷ്യരിൽ ആദ്യം വളരാൻ തുടങ്ങുന്ന ശരീര അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയപേശി. ഇനി മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഹൃദയം. നമ്മൾ പറഞ്ഞിരുന്നു മനുഷ്യ ശരീരത്തിൽ എല്ലാ ഭാഗത്തിലേക്കും രക്തം പമ്പ് ചെയ്യുകയാണ് ഹൃദയത്തിന്റെ പ്രധാന ധർമ്മം അല്ലെ. മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. ഇനി ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ടാസ്തരമുള്ള ആവരണമാണ് പെരിക്കാർഡിയം. ഓക്കെ, പെരിക്കാർഡിയം. ഇനി മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ അറകൾ. അതിനു മുമ്പ് ഒരു കാര്യം, മനുഷ്യ ഹൃദയത്തിൽ മൊത്തം എത്ര അറകളാണ് ഉള്ളത്? 4 അറകളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? 2 ഓറിക്കുകളും 2 വെൻട്രിക്കുകളും. ഓക്കെ, ഓറിക്കുകൾ അഥവാ നമുക്ക് എന്തെന്നും പറയാം? ഇന്ദ്രിയങ്ങൾ എന്നും പറയാം. ഓക്കെ, മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ അറകളാണ് ഓറിക്കുകൾ എന്ന് പറയുന്നത്, അഥവാ ഇന്ദ്രിയങ്ങൾ എന്നും നമുക്ക് പറയാം. ഇനി മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ അറകൾ ഏതാണ്? വെൻട്രിക്കുകൾ. ഓക്കെ, വെൻട്രിക്കുകൾ. ഓക്കെ, ഇനി ശുദ്ധരക്തമുള്ള ഹൃദയ അറകൾ ഏതാണ്? ഇടത്തെ അറകളും. ഇനി അശുദ്ധ രക്തമുള്ള ഹൃദയ അറകൾ ഏതാണ്? വലത്തെ അറകളുമാണ്. ഓക്കെ, ശുദ്ധരക്തമുള്ള ഹൃദയ അറകൾ ഏതാണ്? ഇടത്തെ അറകളും. അശുദ്ധ രക്തമുള്ള ഹൃദയ അറകൾ വലത്തെ അറകളുമാണ്. ഓക്കെ ആണല്ലോ. ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലുപ്പമാണ് ഉണ്ടാവുക. ഇനി ഔരാശയത്തിന് എവിടെയാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്? ഔരാശയത്തിൽ 2 ശ്വാസകോശങ്ങൾക്കും ഇടയിലാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ടാസ്തരമാണ് നമ്മൾ പറഞ്ഞിരുന്നു പെരിക്കാർഡിയം. ഇതിനിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് എന്താണ്? പെരിക്കാർഡിയൽ ദ്രവം. ഹൃദയം ഇടിക്കുമ്പോൾ സ്ഥിരകൾക്കിടയിൽ ഉണ്ടാവുന്ന ഘർഷണം കുറയുന്നതിന് പെരിക്കാർഡിയൽ ദ്രവം സഹായിക്കുന്നു. ഇനി മുതിർന്ന ഒരാളിന്റെ ഹൃദയത്തിന് 300 ഗ്രാമോളം ഭാരമുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. മുതിർന്ന ഒരാളിന്റെ ഹൃദയത്തിന് 300 ഗ്രാമോളം ഭാരമുണ്ടായിരിക്കും. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. ഓക്കെ, ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. ഇനി രക്തം ഹൃദയത്തിലേക്ക് എത്തുന്ന കുഴലുകളാണ് സിരകൾ. ഓക്കെ ആണല്ലോ. ഹൃദയത്തിന്റെ താളാത്മകമായ മിടിപ്പിന് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതിന് വലത്തെ ഇന്ദ്രിയത്തിനു മുകൾ ഭാഗത്തുള്ള സൈനോ ഇൻട്രിയൽ നോഡിലെ പേശികളാണ്. ഈ ഭാഗമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഭാഗമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ഇനി ഹൃദയ അറകളുടെ സാങ്കോചത്തെ സിസ്റ്റോളി അഥവാ സിസ്റ്റോൾ എന്നും വിശ്രാന്താവസ്ഥയെ ഡയസ്റ്റോളി അഥവാ ഡയസ്റ്റോൾ എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഓക്കെ, ഇനി ഹൃദയം സാങ്കോചിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മർദ്ദത്താൽ ധമനികൾ വികസിക്കുന്നു. ഇതാണ് സിസ്റ്റോളിക് പ്രഷർ. ഹൃദയം സാങ്കോചിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മർദ്ദത്താൽ ധമനികൾ വികസിക്കുന്നു. ഇതാണ് സിസ്റ്റോളിക് പ്രഷർ. ഇനി ഹൃദയം വിശ്രമിക്കുമ്പോഴുള്ള കുറഞ്ഞ മർദ്ദനമാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഓക്കെ, ഹൃദയം വിശ്രമിക്കുമ്പോഴുള്ള കുറഞ്ഞ മർദ്ദനമാണ് ഡയസ്റ്റോളിക് പ്രഷർ.
ആരോഗ്യമുള്ള ഒരാളുടെ സിസ്റ്റോളിക് പ്രഷർ 120 mmHg-യും ഡയസ്റ്റോളിക് പ്രഷർ 80 mmHg-യുമാണ്. ഓക്കെ ആണല്ലോ. വലതു വെൻട്രിയങ്ങളിൽ നിന്നും രക്തം ശ്വാസകോശ ധമനി വഴിയാണ് ശ്വാസകോശത്തിലേക്ക് ഒഴുകുന്നത്. ഓക്കെ, വലത് വെൻട്രിയങ്ങളിൽ നിന്ന് രക്തം ശ്വാസകോശ ധമനി വഴിയാണ് ശ്വാസകോശത്തിലേക്ക് ഒഴുകുന്നത്. ഓക്കെ, ഇനി ഇടത് വെൻട്രിയങ്ങളിൽ നിന്നും മഹാധമനി വഴിയാണ് രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ അളവ് കൂടിയ രക്തം ശ്വാസകോശ സ്ഥിര വഴിയാണ് ഇടത് വെൻട്രിയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നു. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം. വലത് വെൻട്രിയങ്ങളിൽ നിന്നും രക്തം ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലേക്ക് ഒഴുകുന്നു. ഇനി ഇടത് വെൻട്രിയങ്ങളിൽ നിന്നും മഹാധമനി വഴിയാണ് രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ അളവ് കൂടിയ രക്തം ശ്വാസകോശ ശിര വഴിയാണ് ഇടത് വെൻട്രിയത്തിലേക്ക് എത്തുന്നത്. ഇനി ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 തവണയാണ് ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് സിസ്റ്റമിക് പര്യായനവും പൾമണറി പര്യായനവും. ഇത് രണ്ടും കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് സിസ്റ്റമിക് പര്യായനം എന്ന് പറയുന്നത് ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏൻട്രിയത്തിൽ അവസാനിക്കുന്നതാണ് സിസ്റ്റമിക് പര്യായനം എന്ന് പറയുന്നത്. ഇനി പൾമണറി പര്യായനം എന്ന് പറയുന്നത് വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏൻട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യായനം. ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവാ. ഇനി ചില സിരകൾ ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഇത്തരം സിരകളെ എന്താണ് നമ്മൾ പറയുന്നത്? പോർട്ടൽ സിരകൾ എന്നാണ് പറയുന്നത്. ഇനി ക്യാൻസർ ബാധിക്കാത്ത നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു അവയവമാണ് ഏത്? ഹൃദയം. ഓക്കെ, ക്യാൻസർ ബാധിക്കാത്ത നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു അവയവമാണ് എന്ത്? ഹൃദയം. ഇനി ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7 ആണ് ആദ്യത്തെ കൃത്രിമ ഹൃദയം. ഇനി ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി ആണ് ഹൃദയത്തെ കുറിച്ചുള്ള പഠനം. ഓക്കെ ആണല്ലോ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറയാണ് ഏതാണ്? വലത് ഓറിക്കിൾ. ഓക്കെ, ഇനി ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൾവ് ട്രൈകാസ്പിഡ് വാൾവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് 3 ദളങ്ങളുള്ള വാൾവ്. ഓക്കെ, ഇനി അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനിയാണ് ഏതാണ്? നമ്മൾ പറഞ്ഞിരുന്നു ശ്വാസകോശ ധമനിയിലെ അഥവാ പൾമണറി ആർട്ടറി. ഇനി ശ്വാസകോശത്തിൽ നിന്നും വരുന്ന ശുദ്ധ രക്തം സ്വീകരിക്കുന്ന അര ഏതാണ്? ഇടത് ഓറിക്കിൾ. ഓക്കെ, ഇനി ഹൃദയത്തിന്റെ ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്നത് ഏതാണ്? ശ്വാസകോശ നീരയാണ്. ഓക്കെ ആണല്ലോ. 3ഉം കൺഫ്യൂഷൻ ആയി പോവും. അതായത് അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനിയാണ്. ഇനി ശ്വാസകോശത്തിൽ നിന്നും വരുന്ന ശുദ്ധ രക്തം സ്വീകരിക്കുന്ന അറ ഏതാണ്? ഇടത് ഓറിക്കിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഹൃദയത്തിന്റെ ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്നത് ശ്വാസകോശ സിര വഴിയാണ്. ഓക്കെ ആണല്ലോ. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. ഓക്കെ, ഇനി ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൾവ് ബൈകാസ്പിഡ് വാൾവ്, അതായത് 2 ദളങ്ങളുള്ള വാൾവ്. ഓക്കെ, നമ്മൾ മുൻപ് പഠിച്ചിരുന്നത് ഏതാണ്? ട്രൈകാസ്പിഡ് വാൾവ് അഥവാ 3 ദളങ്ങളുള്ള വാൾവ് അല്ലെ? ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൾവാണ് ട്രൈകാസ്പിഡ് വാൾവ്. ഓക്കെ, 3 ദളങ്ങളുള്ള വാൾവ്. ഇനി ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൾവ് ഏതാണ്? ബൈകാസ്പിഡ് വാൾവ് അഥവാ 2 ദളങ്ങളുള്ള വാൾവ്. ഇനി ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ
ഭാഗങ്ങളിൽ എത്തിക്കാനായി ഇടതുവേന്ദ്രിയങ്ങളിൽ നിന്നും ശുദ്ധരക്തം പ്രവേശിക്കുന്നത് മഹാധമനിയിലേക്കാണ്. ഓക്കെ ആണല്ലോ. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനായി ഇടതുവേന്ദ്രിയങ്ങളിൽ നിന്നും ശുദ്ധരക്തം പ്രവേശിക്കുന്നത് മഹാധമനിയിലേക്കാണ്. ഓക്കെ, ഇനി ഹൃദയത്തിന്റെ വീതിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനിയാണ്. ഹൃദയത്തിന്റെ വീതിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനിയാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മഹാധമനിയാണ്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് മഹാധമനി. ഓക്കെ ആണല്ലോ.